ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാമപഞ്ചായത്തുകളിലും മഹാരാജാസ് കോളേജിലും ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും സർക്കാർ മഹിളാ മന്ദിരത്തിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കോഴഞ്ചേരി സർക്കാർ മഹിളാ മന്ദിരത്തിൽ സർവീസ് പ്രൊവൈഡിംഗ് സെൻറ്ററിലേക്ക് ലീഗൽ കൗൺസിലറെ നിയമിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 19 രാവിലെ 10:30 വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. യോഗ്യത നിയമബിരുദമാണ്. സ്ത്രീപക്ഷ കാഴ്ചപ്പാടുള്ളവരും സ്ത്രീ സുരക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കേസ് നടത്തി 3 വർഷത്തെ പരിചയമുള്ളതുമായ വനിതാ അഭിഭാഷകർക്ക് മുൻഗണനയുണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ പ്രമാടം ഗ്രാമപഞ്ചായത്ത് LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ക്ലർക്കിനെ നിയമിക്കുന്നുണ്ട്. അടിസ്ഥാന യോഗ്യത +2 ആണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനം, മലയാളം വേർഡ് പ്രോസസ്സിംഗ് അറിയുന്നവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഓഗസ്റ്റ് 14 മുൻപ് പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ അർബൻ ഹെൽത്ത് ട്രെയിനിംഗ് സെന്ററിലെ OP വിഭാഗത്തിൽ ലാബ് ടെക്നീഷ്യനെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട്. DMLT അല്ലെങ്കിൽ BSc MLT അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, മേൽവിലാസം, പ്രായം എന്നിവ തെളിയിക്കുന്ന എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ആഗസ്റ്റ് 19 രാവിലെ 10:30 അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2025-26 അധ്യയന വർഷത്തേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവ് വന്നിട്ടുണ്ട്. ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലേക്ക് യോഗ്യത വരുന്നത് NCHMCT, ന്യൂഡൽഹി, സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയിൽ ഏതെങ്കിലും അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച 50% മാർക്കോടെയുള്ള 3 വർഷ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. അല്ലെങ്കിൽ AICTE അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച 60% മാർക്കോടെയുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് ബിരുദമാണ്. കൂടാതെ 3 സ്റ്റാർ വിഭാഗത്തിൽ കുറയാതെയുള്ള ഹോട്ടലിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, IHMCT, ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിൽ ഏതെങ്കിലും 2 വർഷത്തെ അധ്യാപന പരിചയമാണ്. അടുത്തത് ലാബ് അസിസ്റ്റന്റ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റാണ്. കൂടാതെ ഹോട്ടൽ അല്ലെങ്കിൽ കാറ്ററിംഗ് സ്ഥാപനത്തിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ ആഗസ്റ്റ് 12 thrissur1@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അപേക്ഷ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം അയക്കേണ്ടതാണ്. അടുത്തത് എറണാകുളം ജില്ലയിൽ മഹാരാജാസ് കോളേജിലെ ഫിസിക്സ്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്ന BSc കെമിസ്ട്രി, എൻവയോൺമെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്, BSc ഫിസിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ പ്രോഗ്രാമുകൾക്ക് പാർട്ട് ടൈം ക്ലർക്കിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആഗസ്റ്റ് 12 രാവിലെ 10:30 ബന്ധപ്പെട്ട രേഖകളുമായി നേരിട്ട് പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാവണം. വിശദ വിവരങ്ങൾക്ക് www.maharajas.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് എറണാകുളം ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് തസ്തികയിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ആഗസ്റ്റ് 16 മുൻപ് ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പ്രായപരിധി 18 മുതൽ 41 വരെയാണ്. നിയമാനുസൃത വയസ്സളവ് ലഭിക്കുന്നതാണ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഇംഗ്ലീഷിൽ ഷോർട്ട് ഹാൻഡ്, ഏതെങ്കിലും ലിമിറ്റഡ് കമ്പനിയിൽ ചീഫ് എക്സിക്യൂട്ടീവായി 5 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ അറ്റൻഡറെ നിയമിക്കുന്നുണ്ട്. 179 ദിവസത്തേക്കാണ് നിയമനം. സർക്കാർ ആരോഗ്യ മേഖലയിൽ പരിചയമുള്ളവർക്കാണ് അവസരം. ഉദ്യോഗാർത്ഥികൾ ആഗസ്റ്റ് 14 രാവിലെ 10 മണിക്ക് അസൽ രേഖകൾ സഹിതം ആശുപത്രിയിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. BTech സിവിൽ എഞ്ചിനീയറിംഗ് ആണ് യോഗ്യത. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലുമായി ആഗസ്റ്റ് 13 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.